ഹലോ, വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ എന്ന് പറഞ്ഞാൽ തീരെ വയ്യാതിരിക്കുന്നൊരു ദിവസം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പീരിയഡ്സ് ഡേ മൈ ലൈഫ് എന്ന് പറയാം. ആ ദിവസങ്ങളിൽ എൻ്റെ ഒരു മോർണിംഗ് എങ്ങനെ ആയിരിക്കും എന്ന് കാണിച്ചു തരാം. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെഡേന്ന് നീക്കാത്തനാണ്. രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയും കുടിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരമൊക്കെ നീക്കലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ഇനി അങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് അപ്പവും പട്ടാണിക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ കറിക്കുള്ളതൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ നമ്മൾ അമ്പുടക്കൂട്ടം വന്നിട്ടുണ്ട് കേട്ടോ. അവന് ഇന്ന് പതിവില്ലാതെ 2 ഡ്രസ്സൊക്കെ ഇട്ടിച്ചു. അപ്പോൾ നമ്മൾ ഇച്ചൂസ് വന്നിട്ട് എന്താ ഇവിടെ ഒരു ചിക്കൻ കറീൻ്റെ മണമെന്നും പറഞ്ഞു വന്നു. അപ്പോൾ ഞാൻ അവനോട് പറയാം ചിക്കൻ കറി ഒന്നല്ല മോനെ, പട്ടാണിക്കറിയാണൊക്കെ. പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അപ്പം ഉണ്ടാക്കി കൊണ്ടുവരിക, വയറ് വേദനിച്ചും നടുവേദനിച്ചും അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പണ്ടൊന്നും ഒട്ടും എഴുന്നേക്കാവുന്നില്ല. പണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഇച്ചു എൻ്റെ ലൈഫിലേക്ക് വരുന്നതിന് മുന്നേ വരെ ആ സമയങ്ങളിൽ ഈ ദിവസങ്ങളിലൊന്നും ഡേന്ന് എഴുന്നേക്കുണ്ടാവില്ല കേട്ടോ. അവിടെയാണെന്നുണ്ടെങ്കിൽ ഏട്ടനൊക്കെ ആവുമ്പോൾ എന്നെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുക. രാവിലെ ഭയങ്കര ബുദ്ധിമുട്ടും കാരണം നല്ല സിവിയർ പെയിനായിരിക്കും. ഇപ്പോഴും പെയിന് വലിയ മാറ്റമൊന്നുമില്ല, അങ്ങനെ പോകുന്നു. വല്ലാത്തൊരവസ്ഥയിൽ എന്തൊക്കെ വേദനകൾ നമ്മൾ സഹിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ മക്കളെ ഓർത്തിട്ട് നീച്ച് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും എങ്ങനെയൊക്കെ എഴുന്നേറ്റ് വരും കേട്ടോ. അവരെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ വോയിസ് കൊടുക്കണം. നേരത്തെ എൻ്റെ നെഞ്ചത്ത് കിടക്കട്ടെ നമ്മൾ അമ്മൂടക്കൂട്ടെ. അപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ തുണി കിട്ടിയപ്പോൾ പ്രധാന പണി എടുത്തെറിയുക, അല്ലെങ്കിൽ അതെടുത്ത് ഡാൻസ് കളിക്കുക, അതൊക്കെ. അപ്പോൾ അവനും എൻ്റെ കൂടി വാശി പിടിച്ചപ്പോൾ അമ്പുടക്കൂട്ടം വാശി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവനെ എടുത്തുകൊണ്ട് പണിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ളൊരു മാർഗ്ഗം ഈ കൗണ്ടർ ടോപ്പിൽ അങ്ങോട്ട് ഗേറ്റ് ഇരുത്തിയിട്ട് അവനോടും വർത്തമാനം പറഞ്ഞ് ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടോ. ആളങ്ങനെ അലമ്പുണ്ടാക്കാനൊന്നും വരില്ല. ഇരുത്തിയെടുത്തിരുന്നോളൂ. എന്തെങ്കിലും പാത്രമോ സ്പൂണൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്നോളൂ. ഏറ്റവും വലിയ ടാസ്ക് ഇതാ മക്കളെ പല്ല് തേപ്പിക്കുക, കുളിപ്പിക്കുക. നമുക്ക് വയ്യാന്നും പറഞ്ഞ് അവരെ കാര്യങ്ങൾ മുടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ വയ്യാന്നുണ്ടെങ്കിലും അവർ രണ്ടാളെയും കൂടെ അവരൊറ്റയ്ക്ക് തേക്കാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നുണ്ടോ. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് തേപ്പിച്ച് കൊടുക്കാം കേട്ടോ. രണ്ടാളെയും പല്ലൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് നമ്മുടെ ഒറ്റയ്ക്ക് കുറേ നേരം തേച്ചിട്ടു. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ചൊക്കെ കൊടുത്ത് അപ്പോൾ പല്ലേപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞ മാതിരി. അത് കഴിഞ്ഞാൽ നേരെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് അച്ഛനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ച് കറി ചൂടാറാൻ വേണ്ടി കൊണ്ടുവച്ചത്. നമ്മൾ ഇച്ചൂസ് എടുത്ത് ഇച്ചൂനും കറി നന്നായിട്ട് വറ്റി കേട്ടോ. അപ്പോൾ രണ്ടാക്കും അപ്പവും കറിയൊക്കെ കൊടുത്ത് അവരൊന്ന് ഏതെങ്കിലും ഒരു സൈഡ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പകുതി പണി കഴിയും. കാരണം വിശപ്പ് ഒതുങ്ങിക്കഴിഞ്ഞാൽ അവർ രണ്ടാളും നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടാൻ വേണ്ടിയിട്ട് ഇച്ചൂസ് കൂടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും കൂടെ ഉള്ള അപ്പവും കറിയും കൊണ്ട് കൊടുത്ത് മക്കളെ രണ്ടാളെ സോഫയിലെത്തി കാർട്ടൂണും വെച്ച് കൊടുത്ത് ഞാൻ നേരെ അടുക്കളേക്ക് വിട്ടു. അവർക്ക് കൊടുക്കാനുള്ള പരിപാടിയായിട്ട് ഒരുത്തം സിറ്റോട്ട് പോയിരിക്കുന്നുണ്ട്. അവിടെ അത്യാവശ്യം നല്ല കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരൊന്നും എന്താ പറയുക നേരെ ചൊവ്വയാക്കി എടുക്കാൻ കുറച്ച് സമയം എടുക്കൂട്ടോ. നമ്മൾ 1 മണിക്കൂർ കരുതി 2 മണിക്കൂർ മുന്നേ നമ്മൾ നീച്ച് അവരെ സെറ്റാക്കണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. അപ്പോൾ ഞാൻ അവരെ അവിടെ ഇരുത്തി ഫാനൊക്കെ ഇട്ട് കൊടുത്ത് കാർട്ടൂണും വെച്ചിട്ട് നേരെ അടുക്കളേക്ക് വിട്ടിട്ട് ബാക്കിയുള്ള പണികളും കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കിടക്കാം. കാരണം അവർ കഴിക്കുന്ന നേരത്തെ ക്ലീനിങ്ങും പരിപാടിയൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവരെ പിന്നാലെ ഇങ്ങനെ നടക്കും. അവരൊന്ന് ഒതുങ്ങുമ്പോൾ ഞാൻ ഒന്ന് ചെയ്യും. അങ്ങനെ കേട്ടോ ഉണ്ടല്ലോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പാത്രം കഴുകി ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറൊക്കെ പെട്ടെന്നായിക്കോളൂ. ഗ്യാസ് തീ കത്തിച്ച് കഴിഞ്ഞാൽ അമ്പുടി പോയി അടുപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ചാരം വരും. അതുകൊണ്ട് നമ്മൾ തീ കത്തിക്കലിൽ ഇപ്പോൾ കുറവാകും. അപ്പോൾ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം ഈ ചോറ് ഊറ്റുന്ന കേട്ടോ. ഈ സമയം കൂടെ ആകുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് 2 വട്ടം കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയിട്ടോ. കാരണം ആകെ കൂടെ ഒരു തളർച്ച ശരീരത്തിന് മാത്രമല്ല ഭയങ്കര മനസ്സിനും ഭയങ്കര ഒരു സങ്കടം കേട്ടോ. ഭയങ്കര സങ്കടം മാറണമെങ്കിൽ കുറച്ച് ദിവസമൊക്കെ എടുക്കുന്നത്. അതിൻ്റെ ക്ഷീണം ശരീരത്തിന് വയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ടും ഒക്കെ കൂടെ മുഖത്ത് കാണുന്നുണ്ട്. നമ്മളെ ഇച്ചുമോന് എന്ത് പറ്റിയെന്നറിയില്ല. കഴിച്ച് കഴിഞ്ഞപ്പോൾ പാത്രം കൊണ്ട് സിങ്കിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, വെള്ളം പോകാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഞാൻ അതും കൂടെ കഴുകി വെച്ച് എനിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം ഫുഡ് കഴിക്കൽ കുറവാണ്. ഈ സമയത്തൊന്നും ഒട്ടും കഴിക്കില്ല. രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് അങ്ങനെ നിൽക്കുക. വയറുവേദനേൻ്റെ ശക്തി കൂടി വരുന്നുണ്ട്. അത് മുഖത്തും കാണുന്നുണ്ട്, ശരീരത്തും അതേപോലെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതാ ബാക്കി വന്ന കുക്കറിലുള്ള കറിയൊക്കെ എടുത്ത് ഞാൻ പാത്രത്തിലാക്കി. പിന്നെ ബാക്കി വന്ന മാവൊക്കെ എടുത്ത് നമ്മൾ നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടു. അപ്പോൾ അപ്പം തന്നെയില്ല 2 അപ്പം കൂടെ ഉണ്ടാക്കി നേരെ ബാക്കിയുള്ള മാവ് എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് നമുക്ക് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ. അതും കരുതി വയറുവേദന നല്ലൊരു വെല്ലുവിളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ തലയും കറങ്ങുന്നുണ്ട്. അതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് അപ്പൊക്കെ ഉണ്ടാക്കി വയറുവേദനേനെ ഒന്ന് കുറയ്ക്കാം. കുറച്ച് കടുകും ഉലുവയും കൂടെ ഇട്ട് നന്നായിട്ട് വറുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുത്തതിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തിളപ്പിച്ച് 1/2 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് 1/2 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് വേണം കേട്ടോ കുടിക്കാൻ. അപ്പോഴേ അതിൻ്റെ സത്താണ് അതിനകത്ത് ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് വറുത്ത് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചൂടുവെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ച് ഞാൻ വേഗം എല്ലായിടവും ഒന്ന് അടിച്ചു വാരി വന്ന് തുടയ്ക്കാനുള്ള പരിപാടി. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. അത് കഴിഞ്ഞതാണ് നമ്മൾ നേരെ ആ വെള്ളം ചെറിയ ചൂടോടൊക്കെ തന്നെ കുടിക്കണം കേട്ടോ. ചൂടാറിക്കഴിഞ്ഞ് കുടിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ വയറിന് ചൂടൊക്കെ പിടിക്കുന്നത് നല്ല കാര്യം കേട്ടോ. ഞാനിപ്പോൾ വയറിന് ചൂട് പിടിക്കാൻ നിന്നാൽ അതേ എൻ്റെ മക്കളും കാണിക്കും. അതുകൊണ്ട് ഞാൻ ആ പരിപാടിക്ക് നിന്നിട്ടില്ല. ഭയങ്കര കയ്പ്പായിരുന്നു കേട്ടോ. കയ്പ്പെന്ന് പറഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്നൊരു കയ്പ്പ്. അതിൻ്റെ ഇടയിൽ കൂടെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസിയും കൂടുതലായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലൊക്കെ തന്നെയാണോ പീരിയഡ് സമയങ്ങളിൽ? എനിക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും വയ്ക്കൂല കേട്ടോ. അത് കഴിഞ്ഞതാ ഒരപ്പവും കുറച്ച് പട്ടാണിക്കറി എടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറി. എനിക്ക് വയ്യാത്തതുകൊണ്ട് കഴിക്കാനും പറ്റിയില്ല. അപ്പോൾ അതാ നമ്മൾ തുണിയൊക്കെ അലക്കാനിട്ടേന്നത് എന്തായാലും അലക്കി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വിരിച്ചിടാം. ഇപ്പോഴത്തെ ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടി ഇതാ അമ്പുടക്കൂട്ടൻ ഈ മരുന്ന് കൊടുക്കുന്നുണ്ട്. ഇൻഹീലർ നമ്മൾ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ 1.5 മാസമായിട്ട് കറൻ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൂ. ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയ്യാണ്ട് വരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതും ഓക്സിജൻ്റെ അളവിൻ്റെ കുറയുന്നത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഇൻഹീലർ എടുത്തത്. നമ്മളിവിടെ പെരിന്തൽമണ്ണ MS ഡോക്ടറായിട്ട് കാണിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഡോക്ടർ സജഷൻ പ്രകാരമാണ് നമ്മൾ കുറേ ഡോക്ടർമാരെ മാറി കാണിച്ചപ്പോൾ ഡോക്ടർ ഒന്ന് ഇതാവും ബെറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാമെന്ന്. അങ്ങനെ ഒരു യുദ്ധം കഴിഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് ഇനി അവനെ കുറച്ച് നേരം ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം നമ്മുടെ മക്കളെ കൂടെ സസ്പെൻഡ് ചെയ്താലേ പറ്റുള്ളൂ നമ്മളെ വയ്യായികളൊക്കെ മാറുന്നത്. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കാം കേട്ടോ. കുറച്ച് നേരം അവരെ കൂടെ ഒക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് ഇതാക്കിയിട്ട് കുറേ ദിവസമായി ജനലൊക്കെ തുറന്നിട്ട്. അപ്പോൾ അതാ ജനലൊക്കെ തുറന്നിട്ട് ബെഡൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി വിരിച്ചിട്ട് കിടക്കാൻ നേരത്തെ ഞാൻ അല്ലാതെ വിരിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒന്നും വിരിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ വിരിച്ചിട്ട് പോകുമ്പോഴേക്കും നമ്മളെ മക്കൾ അത് നല്ല കുലപ്പം. പിന്നെ ഇതാ എൻ്റെ പുറകെ വാല് പോലെ നമ്മൾ അമ്പുടുക്കൂട്ടുണ്ട്. ഇച്ചുമോൻ അവിടെ അച്ഛൻ്റെ കൂടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതാ വാല് പോലെ പുറകെ നടക്കണം. അപ്പോൾ ഞാൻ വേഗം പോയി തുടയ്ക്കാനുള്ള വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വരാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പേക്ക് ആശാൻ അവിടെ എന്തൊക്കെയോ ഒപ്പിക്കുന്നുണ്ട്. ഞാൻ തുടയ്ക്കുക കുറച്ച് ഷാമ്പും കൂടി ഒഴിച്ചിട്ട്, കാരണം നല്ല ഹോട്ടലും ഉണ്ടായിരുന്നു. ഷാമ്പും പിന്നെ നമ്മൾ തുടയ്ക്കണ മരുന്നും കൂടെ ഒഴിച്ച് എല്ലായിടും ഒന്ന് പെട്ടെന്ന് തുടച്ച് ഫാനൊക്കെ ഇട്ടത്. നല്ല മഴയുണ്ട് കേട്ടോ ഇവിടെ. ഇനി ഞാൻ നേരെ മക്കളെയും കൊണ്ട് റൂമിൽ കയറി. കാരണം അവരെ പുറത്തിട്ടിട്ട് കിടക്കാൻ എനിക്ക് അത്ര വലിയ ധൈര്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ചിട്ട് നല്ല അനുസരണ വികൃതി ഇല്ലാത്ത മക്കളായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് വയ്ക്കും. അപ്പോൾ അതാ ചേട്ടനും അനിയനും കൂടെ ജന്മ കയറി കളിക്കും. രണ്ടും വലിയ വ്യത്യാസമില്ലാത്തതുകൊണ്ട് തല്ലുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും വാശി പിടിക്കാനും രണ്ടും ഒരേപോലെ കേട്ടോ. ചേട്ടൻ എന്താ ചെയ്യുന്നത് അതേ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് അനിയൻ നിൽക്കും. അപ്പോൾ ഞാൻ അവിടെ കിടക്കുന്നു. ഞാൻ കിടക്കുന്ന കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർക്ക് 2 എണ്ണത്തിന് ഇളകി. ഒരാൾ എൻ്റെ വയറിൻ്റെ മേലെയും കയറി, അടുത്ത ആൾ വേറെ പരിപാടി ഒപ്പിക്കാൻ വേണ്ടി പോയി. ഇതാണ് അവസ്ഥ. വൈകിപ്പോലും ഒന്നും കിടക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ആവുമല്ലോ ഒട്ടുമിക്ക അമ്മമാരുടെ അവസ്ഥയും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മളെ വീഡിയോ. ടാറ്റ ബേബി, സീ യു.